ബ്രഷ് ചെയ്താലും വിട്ടുമാറാത്ത വായ്നാറ്റം ഇതൊരു ലക്ഷണമാകാം. രാവിലെയും വൈകുന്നേരവും ബ്രഷ് ചെയ്താലും ചിലർക്ക് വായിലെ ദുർഗന്ധം മാറില്ല. വിട്ടുമാറാത്ത ഈ വായ്നാറ്റം ഒരു നാണക്കേട് എന്നതിലുപരി ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയാകാം. ഏതാണ്ട് 80% ആളുകളിലും വായ ബ്രഷ് ചെയ്യുന്നതിലൂടെയും ഫ്ലോസ് ചെയ്യുന്നതിലൂടെയും കഴുകുന്നതിലൂടെയും വായ്നാറ്റം മാറാറുണ്ട്. എന്നാൽ മറ്റു ചിലരിൽ അത് പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുന്നു. രാവിലെ എഴുന്നേറ്റ ശേഷം ബ്രഷ് ചെയ്യുന്നത് വരെ ചെറിയ രീതിയിൽ വായ്നാറ്റം ഉണ്ടാകാം. കൂടാതെ ഉപവസിക്കുന്ന സമയങ്ങളിലും ചെറിയ തോതിൽ വായ്നാറ്റം വരാം. സൾഫർ അടങ്ങിയ ഭക്ഷണം, അതായത് ഉള്ളി, വെളുത്തുള്ളി, പനീർ പോലുള്ളത് കഴിക്കുമ്പോഴും വായ്നാറ്റം അനുഭവപ്പെടാം. ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വായ്നാറ്റം ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ഫിസിയോളജിക്കലാണ്, അതായത് താൽക്കാലികവും ചികിത്സ ആവശ്യമില്ലാത്തതുമാണ്. എന്നാൽ പോസ്റ്റ് സേനൽ ഡ്രിപ്പ്, ടോൺസിലൽ സ്റ്റോൺസ് അല്ലെങ്കിൽ സൈനോസൈറ്റിസ് എന്നിവ മൂലമുണ്ടാകുന്ന ദുർഗന്ധം പല്ല് തേക്കുന്നതിലൂടെ ഇല്ലാതാവില്ല. ഗ്യാസ്ട്രോ ഇസോഫേഷ്യൽ റിഫ്ലക്സ് എന്ന രോഗം കുടലിലെ ആസിഡുകളുടെ റിഫ്ലക്സിന് കാരണമാവുക മാത്രമല്ല, പല്ലുകളുടെ തേയ്മാനത്തിനും വായ്നാറ്റത്തിനും കാരണമാകാം. ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന രോഗമുള്ളവർക്കും വായ്നാറ്റം ഉണ്ടാകാം. മോണരോഗമുള്ളവരിലും വായ്നാറ്റം പതിവായിരിക്കും. മോണയുടെ അടിഭാഗത്ത് പ്ലാക്കും ടാർട്ടറും അടിഞ്ഞുകൂടുമ്പോൾ ബാക്ടീരിയകൾ ദുർഗന്ധമുള്ള സൾഫർ സംയുക്തങ്ങൾ ഉണ്ടാക്കും. ഇത് സാധാരണ പല്ല് വൃത്തിയാക്കുന്നതിനിടെ മാറില്ല. പ്രൊഫഷണൽ ക്ലീനിങ് ആവശ്യമായി വരും. പല്ലുകൾ വൃത്തിയാക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് നാവ്. ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ നാവിലുണ്ട്, പ്രത്യേകിച്ച് അതിന്റെ പരുക്കൻ പിൻഭാഗത്ത്. പല്ല് തേക്കുമ്പോൾ നാവും ശരിയായി വൃത്തിയാക്കാതിരുന്നാൽ ഇത് ഭക്ഷണാവശിഷ്ടങ്ങൾ, നിർജീവ കോശങ്ങൾ, ബാക്ടീരിയകൾ എന്നിവ അടിഞ്ഞുകൂടി ദുർഗന്ധം പുറപ്പെടുവിക്കുന്നു. കൂടാതെ നിർജ്ജലീകരണം, സമ്മർദ്ദം, ചില മരുന്നുകൾ, വായിലൂടെ ശ്വാസമെടുക്കൽ എന്നിവ കാരണം ഉമിനീർ ഉൽപാദനം കുറയുന്നതായ വരണ്ടതാക്കാം. ഇത് ദുർഗന്ധമുണ്ടാക്കുന്ന ബാക്ടീരിയകൾ പെരുകാൻ കാരണമാകും. ഇനി വായ്നാട്ടം ഒഴിവാക്കാൻ ചില ടിപ്സുകൾ നോക്കാം. കൃത്യമായ ഇടവേളകളിൽ ദന്തപരിശോധന നടത്തുന്നത് വായിലെ അവസ്ഥ വിലയിരുത്താൻ സഹായിക്കും. ബ്രഷ് ഉപയോഗിച്ച് എത്താൻ കഴിയാത്ത ആഴത്തിലുള്ള വിടവുകൾ ദന്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാത്രമേ വൃത്തിയാക്കാൻ കഴിയൂ. അതിനാൽ ഓരോ 6 മാസത്തിലും ക്ലീനിങ് ചെയ്യണം. ധാരാളം വെള്ളം കുടിക്കുന്നത് പല്ലുകൾക്കിടയിൽ കുടുങ്ങിയ ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും ഉമിനീർ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു.